ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് സംഘടിപ്പിച്ച ഏകദിന അഭിനയ പരിശീലന കളരി ഭാവരസ ഏറെ പുതുമകളുള്ള അനുഭവമായി. 2014 മുതൽ നാടക പ്രവർത്തനങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ഇതിനകം 50ഓളം നാടകങ്ങൾ വേദിയിലെത്തിച്ചിട്ടുണ്ട്. നാടകരംഗത്തെ പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ നേതൃത്വത്തിൽ അഭിനയ പരിശീലന പരിപാടികളും തുടർച്ചയായി സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ പുതിയ നാടക പരിശീലന പദ്ധതിയാണ് ഭാവരസ. കന്നഡ നാടകരംഗത്ത് സജീവമായ ബാംഗ്ലൂരിലെ ജോ ആക്ട് തിയേറ്റർ ഗ്രൂപ്പ് കൂനമുച്ചി കലയുമായി സഹകരിച്ചാണ് ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ഭാവരസ നാടക പരിശീലന പദ്ധതി സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത നാടകാചാര്യൻ ഇഗ്ജിനിയോ ബാർബയുടെ ശിഷ്യനായ ജോസഫ് ജോൺ നയിച്ച ഏകദിന അഭിനയ പരിശീലനത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 30ഓളം പേർ പങ്കെടുത്തു. നമ്മുടെ കർണാടക തിയേറ്ററിലുള്ള ആൾക്കാർ, മലയാളം തിയേറ്ററിലുള്ള ആൾക്കാർ പൊതുവേ നമ്മൾ യൂറോപ്യൻ നോക്കുകളാണ്. നമ്മൾ യൂറോപ്യൻ തിയേറ്ററാണ് നോക്കി പഠിക്കണം. നമ്മൾ യൂറോപ്യൻ ഗ്രൊട്ടോസ്കി, സ്റ്റാനിസ്ലാസ്കി എത്രയോ പേര് നമ്മൾ കണ്ട് അവർ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ മലയാള തിയേറ്ററിലോ കർണാടക തിയേറ്ററിലോ ഉൾപ്പെടുത്തി ചെയ്യാനാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള തിയേറ്റർ കൺസെപ്റ്റുണ്ട്. നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ എക്സ്പ്രഷൻ നമ്മുടെ നാട്യശാസ്ത്രത്തിലും നമ്മുടെ ഫോക്ക് ട്രഡീഷനിലും വളരെ വ്യക്തമായിട്ട് അവർ ആചാര്യന്മാരെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അവർ പ്രാക്ടീസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു സമ്പ്രദായമാണ് എടുത്തിട്ട് എൻ്റെ ബേസിക്കലി കർണാടകത്തിലുള്ള ആക്ടേഴ്സിനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് വന്നത്. നാട്യശാസ്ത്രത്തെ അവലംബിച്ച് തയ്യാറാക്കിയ പാഠ്യപദ്ധതി അനുസരിച്ചാണ് ഭാവരസയുടെ ആദ്യ ചാപ്റ്റർ പരിശീലകനായ ജോസഫ് ജോൺ അവതരിപ്പിച്ചത്. ഇത് ഒരു 2 മാസമായിട്ടുള്ള കുഞ്ഞായിട്ട് കളിപ്പിക്കണം ഈ ബോട്ടിൽ. അപ്പം ആരുടെയിൽ ബോട്ടിൽ വരുന്നോ ആ കുഞ്ഞിനെ നിങ്ങൾ താരാട്ട് പാടണം. ഇങ്ങനെ കളിക്കണം. സഭയിലേക്ക് ക്യാമ്പംഗങ്ങളുടെ ഉള്ളിലെ സർഗാത്മക ഉണർത്തുന്ന രീതിയിലുള്ള പരിശീലനം തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നുവെന്ന് ക്യാമ്പിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. സമാപന ചടങ്ങിൽ തിയേറ്റർ വില്ലേജ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി അധ്യക്ഷനായി. ഇതുവരെ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് നടത്തി വന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെയധികം വിജയകരമായിട്ട് പര്യവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ വിജയമായിരുന്നു എന്ന് പറയാൻ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് ചാപ്റ്റർ 1, ചാപ്റ്റർ 2 അടുത്തത് 17, 18, 19 തീയതികളിൽ നമ്മൾ വീണ്ടും അതിനുള്ള ഒരുക്കങ്ങളിലാണ്. കൂനമുച്ചി കലാ സെക്രട്ടറി TV ജോൺസൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒരു തുടക്കമായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ ഈ തിയേറ്റർ വില്ലേജുമായി നടത്തുന്ന ഈ സംരംഭം. തിയേറ്റർ വില്ലേജിൻ്റെ ഈ കലയുമായി സഹകരിച്ച ഇത്തരം സംവിധാനങ്ങളും ഇതുപോലെയുള്ള സംരംഭങ്ങളൊക്കെ തുടർന്നും നടത്തുന്നതിന് എല്ലാവിധ പിന്തുണയും നമ്മൾ നൽകുകയാണ്. ഇത് ആദ്യത്തെ അധ്യായമാണ്. അടുത്ത അധ്യായങ്ങളിൽ നടക്കാൻ പോകുന്ന എല്ലാ പദ്ധതികൾക്കും ഇത്തരം വേദികൾക്കും എല്ലാവിധ പിന്തുണയും കല അറിയിക്കുകയും ചെയ്യുന്നു. സെക്രട്ടറി പ്രദീപ് നാരായണൻ, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം സത്യൻ കണ്ടാണശ്ശേരി, തിയേറ്റർ വില്ലേജ് ജോയിന്റ് സെക്രട്ടറി സുനിൽ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സമാപന ചടങ്ങിൽ ക്യാമ്പംഗങ്ങൾക്ക് വേണ്ടി രാജൻ പുഷ്പാഞ്ജലി ജോസഫ് ജോണിനെ ആദരിച്ചു.